സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചുമക്കളെ, ഈ ജാഗരണ പ്രാർത്ഥനാ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾ എല്ലാ മനുഷ്യർക്കും ജാതി മത ഭേദമന്യേ അനേകായിരങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ അവസരമായി മാറുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ശാലോം TV പ്രേക്ഷിത പ്രവർത്തന രംഗത്ത്, സുവിശേഷവൽക്കരണ രംഗത്ത് ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളെ നന്ദിപൂർവം അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ഈ വചനം പങ്കുവയ്ക്കുന്ന നിമിഷങ്ങൾ വിശുദ്ധീകരിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവമേ, ഈ നിമിഷം ഞങ്ങൾ ത്രിത്വിക ദൈവത്തിൻ്റെ കുടുംബ കൂട്ടായ്മ ഈ ഭൂമിയിൽ നീ വിതച്ചത് കുടുംബങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിൽ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യവും പ്രതിഷ്ഠയുമുണ്ട് എന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കുവാനുള്ള ശക്തി ഈ വചന ശുശ്രൂഷയുടെ നിമിഷത്തിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പുതിയ നിയമത്തിൽ കുടുംബങ്ങളുടെ മാതൃകയായി ദൈവമേ നീ നൽകിയ തിരുക്കുടുംബം ഈ നിമിഷം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും മാധ്യസ്ഥ സഹായം വഴിയായി ഈശോയ്ക്ക് പൂർണ്ണമായും എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മയുടെ സന്നിധിയിൽ അനേകായിരം മക്കൾ അപേക്ഷകൾ, നിയോഗങ്ങൾ, യാചനകൾ, കൃതജ്ഞതാ പ്രാർത്ഥനകളുമായി അണഞ്ഞിരിക്കുകയാണ്. ഈ മക്കളെ എല്ലാവരെയും അമ്മേ മാതാവേ അമ്മയുടെ മാധ്യസ്ഥ സഹായത്തിൽ സംരക്ഷിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള മക്കളെ, കുടുംബ സൃഷ്ടിയുടെ വിവരണത്തോടെയാണ് വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാം. ആദ്യത്തെ കുടുംബം ആദവും ഹവ്വയുമാകുന്ന കുടുംബം, ഏദൻ തോട്ടത്തിൽ ആദ്യമായിട്ട് വിവാഹപന്തലൊരുക്കുന്ന ദൈവം. വളരെ മനോഹരമാണ് ആ രംഗം. ആദ്യത്തെ വധൂവരന്മാരെ അണിയിച്ചൊരുക്കുന്നതും ദൈവമാണ്. മനോഹരമായ വിവാഹപന്തലൊരുക്കി പറുദീസ വളരെയേറെ വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ അണിയിച്ചൊരുക്കപ്പെട്ട ആദ്യ ദമ്പതികൾ ആദവും ഹവ്വയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ആദം ആദ്യത്തെ പ്രണയകാവ്യം ആലപിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച്. ഉൽപ്പത്തിയുടെ പുസ്തകം 2:23 നമ്മൾ വായിക്കുന്നു, എൻ്റെ മാംസത്തിൻ്റെ മാംസവും എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും നരനിൽ നിന്നും എടുക്കപ്പെട്ടതിനാൽ നാരി എന്ന് പേരിട്ടു. ആദ്യ കുടുംബം അങ്ങനെ ജന്മം കൊണ്ടു. ദൈവത്തോട് കൂടെയായിരുന്നു ആ കുടുംബം. ദൈവം അവരുടെ കൂടെ ഇരുന്നു.
അതാണ് കുടുംബം എന്ന് പറയുന്നത്. കൂടെ ആയിരിക്കുക, കൂടെ ഇരിക്കുക, അതാണ് കുടുംബം. പ്രിയമുള്ളവരെ, ദൈവം സ്ഥാപിച്ച ഈ പ്രഥമ കുടുംബത്തിൽ സ്വാതന്ത്ര്യവും ആനന്ദവും സ്വർഗതുല്യമായ സ്നേഹവും കളിയാടിയിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ ദൈവമക്കളാകുവാനുള്ള അവരുടെ ആഗ്രഹത്തിന് അപ്പുറത്ത് ദൈവമാകാനുള്ള ആഗ്രഹത്തോടെ അവർ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം പിടിച്ചടക്കുവാനുള്ള, ദൈവത്തെ പടിയിറക്കുവാനുള്ള പിശാചിൻ്റെ പ്രലോഭനത്തിൽ ആദ്യ മാതാപിതാക്കൾ അകപ്പെട്ടതോടെ ആരംഭിക്കുന്നു കുടുംബങ്ങളുടെ തകർച്ച. പ്രിയമുള്ളവരെ, ഇന്നും ഈ തകർച്ച തുടരുന്നു എന്നാണ് നാം എല്ലാവരും തിരിച്ചറിയുന്നത്. ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധയെന്ന് നാം എല്ലാവരും പ്രഘോഷിച്ചിരുന്ന വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറയുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാക്കുകളാണ്. The breakdown of the family is the cause of all calamities in the world. ഈ ലോകത്തിലുള്ള സകല തകർച്ചകൾക്കും അടിസ്ഥാനപരമായ കാരണം കുടുംബങ്ങളുടെ തകർച്ചയാണെന്നാണ് വാഴ്ത്തപ്പെട്ട മദർ തെരേസ ജീവിച്ചിരുന്നപ്പോൾ കുടുംബങ്ങളോട് ഉദ്ഘോഷിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ കുടിയിറക്കാനുള്ള ആദിമാതാപിതാക്കളുടെ ആ പരിശ്രമത്തിന് എന്താണ് ഫലമുണ്ടായത് എന്ന് നമുക്കറിയാം. ആദിമാതാപിതാക്കൾ തന്നെ പടിയിറങ്ങേണ്ടി വരുന്ന ഗതികേടാണ് ഉണ്ടായത്. നമുക്കറിയാം, ഓസ്കാർ വൈൽഡ് എന്ന് പറയുന്ന വിശ്വ സാഹിത്യകാരൻ എഴുതിയിരിക്കുന്ന ഒരു കഥ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു കഥയാണ്. ദ സെൽഫിഷ് ജയന്റ് എന്നാണ് ആ കഥയുടെ പേര്. സ്വാർത്ഥനായ രാക്ഷസൻ. നമ്മുടെ കുട്ടികളൊക്കെ അത് നൃത്തരൂപത്തിലൊക്കെ പലയിടത്തും അവതരിപ്പിക്കാറുണ്ട്. ചിലർ അത് സ്കിറ്റുകളായിട്ട് അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ അതിലെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രം ഞാനിവിടെ പ്രതിപാദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, വളരെ മനോഹരമായ പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കൾ. സുന്ദരമായ പൂന്തോട്ടത്തെയാണ് അവിടെ സാഹിത്യകാരൻ അവതരിപ്പിക്കുന്നത്. ഈ പൂന്തോട്ടം കാണാനായിട്ട് രാക്ഷസൻ തൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട്, മണിമന്ദിരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് നോക്കുകയാണ് തോട്ടത്തിലേക്ക്. തോട്ടത്തിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് മനോഹരമായ പുഷ്പങ്ങൾ, വൃക്ഷലതാദികൾ, പക്ഷികൾ, തുമ്പികൾ തുള്ളിച്ചാടി അങ്ങനെ ഓടി നടക്കുകയാണ്. പറന്ന് പന്തലിച്ചു നിൽക്കുന്ന ആ തോട്ടത്തിൻ്റെ മനോഹാരിത കണ്ടിട്ട് എല്ലാം മറന്നു നിന്ന ആ രാക്ഷസന് ഒന്നു മാത്രം പിടിച്ചില്ല. രാക്ഷസൻ നോക്കിയപ്പോൾ ആ തോട്ടം നിറയെ കുട്ടികൾ ഓടി നടക്കുക. കുട്ടികളൊക്കെ ആനന്ദ തന്തുലിരായിട്ട് ആ തോട്ടം മുഴുവനും പൂക്കളുടെയും അതുപോലെ തന്നെ കിളികളുടെയൊക്കെ പിറകെ ഓടിപ്പാഞ്ഞ് നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ രാക്ഷസന് ഇഷ്ടപ്പെട്ടില്ല. രാക്ഷസൻ നേരെ ഇറങ്ങിച്ചെന്നിട്ട് അവിടെ കളിച്ചുകൊണ്ടിരുന്നിരുന്ന കുട്ടികളെ എല്ലാം ആട്ടിപ്പായിച്ചു. ആ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. എന്നിട്ട് ഗേറ്റുകൾ അടച്ചുപൂട്ടി. ഗേറ്റ് അടച്ചുപൂട്ടിയതിന് ശേഷം അദ്ദേഹം എഴുതി വെച്ചു, ഇതിലെ സുഖവും സന്തോഷവും എനിക്ക് മാത്രം. മതിൽ ചാടി ആരെങ്കിലും കടന്നാൽ കഠിനമായ ശിക്ഷ ഉറപ്പ്. പ്രിയമുള്ളവരെ, എഴുതി വെച്ചത് ഇതാണ്, ഇതിലുള്ള സന്തോഷവും ഇതിൻ്റെ ആനന്ദവും ഒക്കെ എനിക്ക് മാത്രം. സ്വാർത്ഥത അവിടെ കുടികയറിയപ്പോൾ നമുക്കറിയാം, എല്ലാവരെയും പടിയിറക്കി രാക്ഷസൻ. എന്നിട്ട് എഴുതി വെച്ചു, ആരെങ്കിലും അതിൽ ചാടി ഇതിൻ്റെ അകത്തെങ്ങാനും കടന്നിട്ടുണ്ടെങ്കിൽ കഠിനമായ ശിക്ഷ ഉറപ്പാണ് എന്ന്. പ്രിയമുള്ളവരെ, നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. കുട്ടികൾ അവിടെ തുള്ളിച്ചാടിയില്ല, കളിച്ചില്ല, അവിടേക്ക് ആരും കടന്നു വന്നില്ല. ഭാവിയിൽ ആ തോട്ടം മുഴുവനും കരിഞ്ഞുപോയി. അത് മുഴുവനും വാടിക്കരിഞ്ഞുപോയി. അവിടെ പൂക്കളില്ലാതായി തീർന്നു. ആ തോട്ടം
ആ രാക്ഷസന് നഷ്ടപ്പെടുന്ന ഒരു രംഗമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ പിന്നീടുള്ള ഭാഗത്ത് വേറെയും സാഹിത്യകാരൻ അവതരണങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ഇവിടെ മാത്രം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നത്, ഏദൻ തോട്ടത്തിൽ ആദത്തെയും ഹൗവായെയും ആട്ടിപ്പുറത്താക്കുന്ന ദൈവമാണ് ഇവിടെ അവതരിക്കുന്നത്. കാരണം ആദവും ഹൗവായും ആഗ്രഹിച്ചത് ദൈവത്തെ ആട്ടിപ്പായിക്കാനാ. തിരിച്ചു കിട്ടിയത് അവർക്ക് കിട്ടിയ ശിക്ഷയായിരുന്നു. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു രംഗം വായിക്കുന്നുണ്ട്. അത് ഒരു ദമ്പതികളുടെ ആദ്യ രാത്രിയാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായം 4 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കറിയാം. തോബിയാസിൻ്റെയും സാറായുടെയും ജീവിതം ആരംഭിക്കുകയാണ്. റഘുവേലിൻ്റെയും അതുപോലെ തന്നെ എദ്നായുടെയും മകളായ സാറായെ പരിണമിക്കുവാനായിട്ട്, സാറായെ വധുവായി സ്വീകരിക്കുവാനായിട്ട് ആ വീട്ടിലേക്ക് കടന്നു വരുന്ന തോബിയാസിൻ്റെ അടുത്ത് റഘുവേല് വിവാഹാലോചനയുമായിട്ട് വരുന്ന സമയത്ത് തുറന്നു പറഞ്ഞു, മോനെ, എൻ്റെ മകള് സാറായെ നിനക്ക് ഭാര്യയായി തരാനായിട്ട് ഞാൻ ഒരുക്കമാണ്, എനിക്ക് സന്തോഷമാണ്. തോബിത്തിൻ്റെ മകൻ തോബിയാസിന് എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാനായിട്ട് എനിക്കിഷ്ടമാണ്, ഞങ്ങൾക്കതിൽ താല്പര്യമുണ്ട്. പക്ഷേ നിന്നോടൊരു കാര്യം തുറന്നു പറയുകയാണ്, ഇവൾ ഇതിനു മുമ്പായി 7 ഭർത്താക്കന്മാരെ വരിച്ചിട്ടുണ്ട്. അവർ 7 പേരും ആദ്യ രാത്രിയിൽ തന്നെ മരിച്ചുപോയി. അത്രയും ദുർഘടമായ, അത്രയും ദാരുണമായ, ദുഃഖപൂർണമായ ഒരു പുത്രിയാണ് നീ വധുവായിട്ട് സ്വീകരിക്കാൻ പോകുന്നതെന്നുള്ള സത്യം തോബിയാസിനോട് റഘുവേല് തുറന്നു പറയുകയാണ്. തോബിയാസ് പറഞ്ഞു, സാരമില്ല, ഞാൻ സാറായെ സ്വീകരിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവനാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ സാറായെ വധുവായിട്ട്, ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, എന്താ സംഭവിച്ചതെന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. 8-ാമത്തെ അധ്യായത്തിൽ 4 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ മനോഹരമായ പ്രാർത്ഥനയാണ്. മനോഹരമായ പ്രാർത്ഥന. ദമ്പതികളെല്ലാവരും, മാതാപിതാക്കളെല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഇത്. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നമുക്ക് എഴുന്നേറ്റ് കർത്താവിനോട് കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. കർത്താവിനോട് കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാനായി എഴുന്നേൽക്കുന്ന ദമ്പതികൾ, അവർ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹൗവായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് വേണ്ടി അവനെ പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. പ്രൈസ് ദ ലോർഡ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിൽ എത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമേൻ എന്ന് മറുപടി പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. എന്താണ് മറുപടി പറഞ്ഞത്? ആമേൻ എന്ന് മറുപടി പറഞ്ഞു. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ
ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ വിശിഷ്ടമായ ജീവിതത്തിൻ്റെ ഉടമസ്ഥരായിരുന്നു തോബിയാസും സാറായും എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം ഉടനീളം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ അനുസരണക്കേടാണ് ആദിമ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് എങ്കിൽ മനുഷ്യൻ്റെ അനുസരണമാണ് പിന്നീട് രക്ഷയുടെ വരവിനായിട്ട് വഴിയൊരുക്കിയ തിരുക്കുടുംബത്തെ തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവത്തിന് കാരണമായത്. മനുഷ്യന്റെ അനുസരണക്കേടിന്റെ ഫലമായിട്ട് ആദ്യ കുടുംബം തകർന്നു പോയെങ്കിലും മനുഷ്യകുലത്തെ തകർത്തെറിയുവാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല. ദൈവം ആഗ്രഹിച്ചത് മനുഷ്യനെ രക്ഷിക്കാൻ തന്നെയാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിലെ കുടുംബം ആരംഭിക്കുന്നത് നസ്രസിലെ കൊച്ചു വീട്ടില്, നസ്രസിലെ ചെറിയ ഭവനത്തില്, അതാ മറിയത്തിന്റെ മുമ്പില് മാലാഖ പ്രത്യക്ഷപ്പെടുന്ന രംഗത്തോടെയാണ്. അവിടെ വെച്ചാണ് മറിയം ലോക ജനതയ്ക്ക് മുഴുവനും വേണ്ടിയിട്ട് മറുപടി കൊടുത്തു. എന്തായിരുന്നു മറുപടി? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. സ്നേഹമുള്ളവരെ, പുതിയ നിയമത്തിലെ കുടുംബത്തിൻ്റെ മുദ്രാവാക്യം ഇതാണ്. പുതിയ നിയമത്തിൻ്റെ കുടുംബ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ മറിയം ഉദ്ഘോഷിച്ചതാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന്. ദൈവം മനുഷ്യനായിട്ട് മണ്ണിൽ അവതരിക്കാനായിട്ട് കാരണമായത് മറിയത്തിൻ്റെ ഈ ഉദ്ഘോഷണമാണ്, മറിയത്തിൻ്റെ ഈ വിശ്വാസ പ്രഖ്യാപനമാണ്, മറിയത്തിൻ്റെ എളിമ നിറഞ്ഞ ഈ മനസ്സിൻ്റെ ഉദ്ഘോഷണമാണ്. പ്രിയമുള്ളവരെ, ഈ തിരുക്കുടുംബത്തിൻ്റെ ഉത്ഭവത്തോടു കൂടിയിട്ട്, യേശുക്രിസ്തുവിൻ്റെ വരവോട് കൂടിയിട്ട്, രക്ഷകന്റെ തിരുപ്പിറവിയോട് കൂടിയിട്ട് നമുക്കറിയാം കുടുംബങ്ങളെ സംബന്ധിച്ചുള്ള, കുടുംബ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ ഒരു വലിയ മാറ്റം വരികയാണ്. കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലുള്ള മാറ്റമാണ് നമ്മൾ വായിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ യേശു തൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മറിയവും സഹോദരങ്ങളൊക്കെ കൂടിയിട്ട് യേശുവിനെ തേടി നടക്കുന്ന സമയത്ത് യേശു അങ്ങ് ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ അവരെ പഠിപ്പിച്ചുകൊണ്ട് ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുന്ന രംഗം വളരെ രസകരമാണ്. അവിടേക്കാണ് മറിയം കടന്നു ചെന്നപ്പോൾ, സഹോദരങ്ങൾ കടന്നു ചെന്നപ്പോൾ ശിഷ്യന്മാർ ചെന്ന് ഈശോയോട് പറഞ്ഞു, ഇത് അങ്ങയെ കാത്ത് മറിയവും അമ്മയും സഹോദരങ്ങളുമൊക്കെ കാത്തു നിൽക്കുകയാണ്. ഉടനെ തന്നെ യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും? എന്നിട്ട് യേശു പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളുമെന്ന്. പ്രിയമുള്ളവരെ, കുടുംബ ബന്ധങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകിക്കൊണ്ടാണ്, ഒരു പുതിയ ദർശനം നൽകിക്കൊണ്ടാണ് ഈശോ കൽപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എന്ന്. കുടുംബജീവിതത്തിന് ഒരു പുതിയ മാനം കൽപ്പിക്കുകയാണ് യേശു ഇവിടെ. എന്താണ് ഈ മാനം? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന കുടുംബം, അതാണ് തിരുക്കുടുംബം. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന കുടുംബം, അതാണ് തിരുക്കുടുംബം. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 46 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങളിൽ
യേശു ഭവനം പണിയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭവനം പണിയുക. ആരാണ് ഉറച്ച പാറമേൽ ഭവനം പണിയുന്നത്? വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് ഉറച്ച പാറമേൽ വീട് പണിതവൻ. അങ്ങനെ വീട് പണിതവനെയാണ് യേശു അഭിനന്ദിക്കുകയും ശ്ലാഘിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, തിരുക്കുടുംബം എന്ന് പറയുന്നത് ഉറച്ച ബന്ധങ്ങളിന്മേൽ പണിതുയർത്തുന്ന കുടുംബമാണ്. അല്ലാതെ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും സിമന്റ് കൊണ്ടും പണിയുന്ന 4 ചുമരുകൾക്ക് ഇടയിൽ നിൽക്കുന്ന കുടുംബമല്ല, ഉറച്ച ബന്ധങ്ങളിന്മേൽ പണിയുന്ന കുടുംബമാണ്. നമുക്കറിയാം, ഇന്ന് കുടുംബങ്ങളുടെയൊക്കെ ബന്ധങ്ങളുടെ ആഴം, ബന്ധങ്ങളുടെ ശക്തി, ബന്ധങ്ങളുടെ ബലം ഇന്ന് കുറഞ്ഞു വരികയാണ്. ഇന്ന് ബന്ധങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഉപയോഗാടിസ്ഥിതമായിട്ട്, നീഡ് ബേസ്ഡ് ആയിട്ട്, ആവശ്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു ബന്ധമായിട്ട്, ഉപരിപ്ലവമായിട്ടുള്ള ഒരു ബന്ധമായിട്ട് ഇന്ന് കുടുംബ ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധങ്ങൾ ഇന്ന് തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനൊരു അനുഭവം നിങ്ങളോട് കൂടി പങ്കുവയ്ക്കാം. എൻ്റെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ്. എൻ്റെ വീട്ടിലെ കഴിഞ്ഞ വർഷമാണ് എൻ്റെ അപ്പച്ചൻ മരിച്ചത്. 88 വയസ്സ് വരെ ജീവിച്ച എൻ്റെ അപ്പച്ചൻ കഴിഞ്ഞ വർഷം മരിച്ചു. ഒരു വർഷം മുമ്പ് ആണ് മരിച്ചത്. മരിച്ചപ്പോഴേ ഞങ്ങളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ശവസംസ്കാര കർമ്മങ്ങളെല്ലാം വളരെ ആഘോഷമായിട്ട് നടന്നു. ഒത്തിരിയേറെ പേര് വന്ന് പങ്കെടുത്തു. മെത്രാന്മാരും അച്ഛന്മാരും അതുപോലെ തന്നെ സന്യസ്തരും അതുപോലെ ഇടവക ജനങ്ങളൊക്കെ ഒത്തിരിയേറെ പേര് വന്ന് പങ്കെടുത്ത് ശവസംസ്കാര കർമ്മം എല്ലാം ആഘോഷമായിട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇങ്ങനെ വീട്ടിൽ ഞങ്ങൾ മാത്രമായി. ഞാനും എൻ്റെ അനുജന്മാരും അവരുടെ കുടുംബങ്ങളൊക്കെ മാത്രമായി. അവിടെ എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ, അവർ വിദേശത്താണ്, അവിടെ ജോലിയാണ്, കുടുംബമായിട്ട് അവിടെയാണ് താമസിക്കുന്നത്. അവരപ്പച്ചൻ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നത്. അതിനു മുമ്പ് അവർ അവധിക്കാലത്തൊക്കെ വരാറുണ്ടെങ്കിലും കൂടുതൽ നാൾ വന്നു നിന്നത് അപ്പച്ചൻ അസുഖമായിട്ട് കിടക്കുമ്പോഴാണ്. അങ്ങനെ അസുഖമായിട്ട് വന്ന് കിടക്കുമ്പോഴൊക്കെ തന്നെ അവർ അപ്പച്ചനെയൊക്കെ പരിചരിക്കാനായിട്ട് അടുത്തുണ്ടായിരുന്നു. ശവസംസ്കാര കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അനുജനും അനുജൻ്റെ ഭാര്യയും 2 മക്കളുണ്ട്. മൂത്ത മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ മകൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവർ കുടുംബമായിട്ട് അങ്ങനെ ഇരുന്ന് അപ്പച്ചൻ മരിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പോഴെൻ്റെ അനുജൻ്റെ ഏറ്റവും ഇളയ മകൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ പറഞ്ഞു, അപ്പച്ച, വല്യപ്പച്ചൻ്റെ ശവസംസ്കാര കർമ്മങ്ങളെല്ലാം ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ, നന്നായിരുന്നു, എനിക്കിഷ്ടമായി. അപ്പം എൻ്റെ അനുജൻ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, മോനെ, വല്യപ്പച്ചൻ മരിച്ചു, ഇനി വല്യപ്പച്ചൻ വരില്ല, വല്യപ്പച്ചൻ നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയി. അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു, അത് സാരില്ല, എന്നാലും വല്യപ്പച്ചൻ്റെ ഈ ഫ്യൂണറൽ സെറിമണീസൊക്കെ ഉണ്ടല്ലോ വളരെ ഗ്രാൻഡായിരുന്നു കേട്ടോ. അവൻ വീണ്ടും ആ ഫ്യൂണറൽ സെറിമണീസ്, ശവസംസ്കാര കർമ്മങ്ങളുടെ ആഘോഷങ്ങളാണ് അവനെ ഏറെ സ്പർശിച്ചത്. വീണ്ടും അനുജൻ കുറച്ചും കൂടെ സങ്കടത്തോടു കൂടി പറഞ്ഞു, മോനെ, അപ്പച്ചനുമൊക്കെ ഇതുപോലെ ഒരു ദിവസം മരിക്കും, അപ്പച്ചനുമൊക്കെ ഇതുപോലെ തന്നെ മരിച്ച് പോയി കഴിയുമ്പോൾ പിന്നെ നിന്നെയൊക്കെ നോക്കാനായിട്ട് ആരാ ഉണ്ടാവുക, നിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ആരാണ് ഉണ്ടാകുക? അങ്ങനെ ചോദിച്ചപ്പോൾ അനുജൻ വിചാരിച്ചത് ഈ മകനിൽ നിന്നും കുറച്ചുകൂടെ സഹതാപപൂർവമായ ഒരു മറുപടി ഉണ്ടാകുമെന്നാണ് അവൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ മകനിൽ നിന്ന് ഉണ്ടായ മറുപടി വളരെ വ്യത്യസ്തമായ ഒരു മറുപടിയാണ്. ഒരുപക്ഷെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് ആ മകനിൽ നിന്നുണ്ടായത്. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അപ്പച്ചൻ, ഡാഡി മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്താൽ മതി ഡാഡി, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഡാഡി മരിക്കുന്നതിന് മുമ്പ് ആ ATM കാർഡ് ഇങ്ങോട്ട് തന്നാൽ മതി. വളരെ വിചിത്രമായ മറുപടിയാണത്, അല്ലേ? ഒരുപക്ഷെ
നമ്മൾ ആരും നമ്മുടെ ഇന്നത്തെ തലമുറയിലെ മക്കൾ അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ആ മകൻ വളരെ ഇന്നസെൻ്റായിട്ട് പറഞ്ഞു പോയതാണത്. കാരണം അവർ വിദേശത്ത് എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഈ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെയും കൂട്ടിയിട്ട് ATM സെൻറ്ററിൽ പോകുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള പണം എടുക്കുന്നു. അവർ പോയിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നു. ഉടുപ്പും വീടിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നു. അപ്പോൾ ഈ മകൻ്റെ മനസ്സിൽ കിടക്കുന്ന ചിന്ത എന്താണ്? ATM കാർഡ് ഉണ്ടായാൽ പിന്നെ അപ്പച്ചനില്ലെങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കിക്കൊള്ളും? ATM കാർഡ് നോക്കിക്കൊള്ളും എന്നുള്ള വളരെ ബാലിശമായ ഒരു ചിന്തയാണ് ആ മകൻ്റെ മനസ്സിൽ കിടന്നിരുന്നത്. പ്രിയമുള്ളവരെ, ആ മകനെ ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ അവതരിപ്പിച്ചതല്ല. ഇന്നത്തെ മക്കളുടെ മനസ്സുകളിലൊക്കെ ഒരുപക്ഷെ കിടക്കുന്ന വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ബന്ധങ്ങൾ, വളരെ ആഴമായ വചനങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന കുടുംബമാണ്. എന്നും പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും മതബോധന ക്ലാസ്സുകളിൽ വിദേശത്താണെങ്കിലും ഒക്കെ വളരെ കൃത്യമായി മക്കളെയൊക്കെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന കുടുംബമാണത്. എങ്കിൽ പോലും ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ നമ്മുടെ മക്കളുടെ കുടുംബ ബന്ധങ്ങളെ പോലും ഉലയ്ക്കുന്ന, തകർക്കുന്ന രീതിയിലുള്ള അറിവുകളാണ് അവരെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വചനാധിഷ്ഠിതമായ അടിത്തറയിൽ പണിയപ്പെട്ട കുടുംബങ്ങളാണ് ഉറച്ച ബന്ധങ്ങളിൽ നിലനിൽക്കുക. വചനാധിഷ്ഠിതമായ ആ അടിത്തറയിൽ പണിയപ്പെട്ടവയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ളവരെ, ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വചനമാകുന്ന അടിത്തറയിൽ പണിതുയർത്താൻ ആവശ്യമായിട്ടുള്ള ശക്തി തരണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായിട്ടുള്ള ശക്തി ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമ്പത്തിൻ്റെയും ജീവിത സുഖ സൗകര്യങ്ങളുടെയൊക്കെ നടുവിൽ ജീവിക്കുന്ന ഇന്നത്തെ ആധുനിക മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് ദൈവവചനത്തിൻ്റെ അടിത്തറമേൽ പണിതുയർത്തുവാൻ ആവശ്യമായ ശക്തി കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമുക്കൊരു നിമിഷം ഒന്ന് യേശുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം. ഇന്ന് പിശാച് നമ്മുടെ കുടുംബങ്ങളെ തകർക്കാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പണിക്കൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ വാരിക്കോരി സമ്പത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇഷ്ടം പോലെ പണം കൊടുക്കുക എന്നുള്ളതാണ്. വലിയ വീടുകൾ പണിത് കൊടുക്കുക എന്നുള്ളതാണ്. ഒത്തിരിയേറെ ജീവിത സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ പല ജീവിത സുഖ സൗകര്യങ്ങളും സമ്പത്തിൻ്റെ ഉറവിടങ്ങളും ഇന്നത്തെ വലിയ മണിമന്ദിരങ്ങളും പലതും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പണിയപ്പെട്ടവയല്ല എന്നുള്ളത് ഒരു സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലതും പിശാചിൻ്റെ പണിക്കൂട്ടാണ്. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കർത്താവ് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, വചനത്തിൻ്റെ ശക്തിയിൽ വളർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ, പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ സമ്പത്ത് കൊടുത്ത്, ജീവിത സുഖ സൗകര്യങ്ങൾ കൊടുത്ത്, നമ്മുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മ തകർക്കാനായിട്ട്, കുടുംബങ്ങളിൽ കൂടെ ഇരിക്കാൻ സമയമില്ലാതാക്കാനായിട്ട്, കുടുംബങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ട് പിശാച് അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം, 4-ാമത്തെ അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പിശാച് യേശുവിനെ പരീക്ഷിക്കുന്ന രംഗമാണ്. യേശു പിശാചിനെ വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്നിട്ട് എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം വീണ്
എന്നെ ആരാധിച്ചാല് ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. നീ സാഷ്ടാംഗം വീണ് എന്നെ ആരാധിച്ചാല് ലോകത്തിന്റെ എല്ലാ മഹത്വവും ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട്, ലോകത്തിന്റെ എല്ലാ സമ്പത്തും ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പിശാച് പറഞ്ഞത് ഇങ്ങനെയാണ്: നീ സാഷ്ടാംഗം വീണ് എന്നെ ആരാധിച്ചാല് ഇവയെല്ലാം നിനക്ക് ഞാൻ തരും. നമുക്കറിയാം യേശു എന്താ മറുപടി പറഞ്ഞതെന്ന്. യേശു പറഞ്ഞു, സാത്താനെ ദൂരെ പോകുക, സാത്താനെ ദൂരെ പോകുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പിശാചിന് കൊടുത്ത മറുപടി, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ഈ വലിയ പ്രലോഭനമാണ് ഇന്നത്തെ ആധുനിക മനുഷ്യനും പിശാച് തന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സമ്പത്തിന്റെ ഉടമകളാകാനായിട്ടുള്ള പ്രാർത്ഥന പലപ്പോഴും ദൈവമല്ല കേൾക്കുന്നത്, പിശാചാണ്. സമ്പത്തിനു വേണ്ടി, ജീവിത സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, വലിയ വീടിനു വേണ്ടി, വലിയ കാറിന് വേണ്ടി, ഉന്നതമായ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, കച്ചവടത്തിൽ വലിയ വിജയം കിട്ടാനായിട്ട്, പണം വാരിക്കോരി കൂട്ടാനായിട്ട് മനുഷ്യൻ ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, മകനെ മകളെ, നീ ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക. നിനക്കാവശ്യമായത് എന്തെന്ന് എനിക്കറിയാം. ഞാൻ നിനക്ക് വേണ്ടത് നൽകുന്ന ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിനക്ക് വേണ്ടത് എന്തെന്ന് നീ അറിയുന്നതിനേക്കാൾ കൂടുതൽ, നീ അറിയുന്നതിനേക്കാൾ മുമ്പ് തിരിച്ചറിയുന്ന ദൈവമാണ് ഞാൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും തൊട്ടറിഞ്ഞവനാണ് യേശു ക്രിസ്തു. എല്ലാ ജീവിതാവസ്ഥകളെയും, ബത്ലഹേമിലെ കാലിത്തൊഴുത്തു മുതൽ ദാരിദ്ര്യത്തിൻ്റെ മെത്തയിൽ കിടക്കപ്പെട്ട യേശുവിന് സ്വന്തം ജീവൻ നിലനിർത്താനായിട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്നു എങ്കിൽ അവിടെ നിന്നും തിരിച്ചു വന്നിട്ട് നസ്രത്തിലെ കൊച്ചു വീട്ടിൽ ആശാരിപ്പണി ചെയ്ത് ജീവിച്ച യേശു ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലെ എല്ലാ അനുഭവങ്ങളും പങ്കിട്ടനുഭവിച്ചവനാണ്. പ്രൈസ് ദ ലോർഡ്. യേശു അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോക ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, യേശു കടന്നു ചെന്ന ഭവനങ്ങൾ, യേശു കടന്നു ചെന്ന കുടുംബങ്ങൾ, അവിടെയെല്ലാം യേശു കാവലായിട്ട്, യേശു വാതിലായിട്ട്, യേശു കാതലായിട്ട് അവിടെയൊക്കെ കുടികൊണ്ടു. എല്ലാ കുടുംബങ്ങളുടെയും വാതിലായിരുന്നു, എല്ലാ കുടുംബങ്ങളുടെയും കാവലായിരുന്നു. എല്ലാ കുടുംബങ്ങളിലും സ്നേഹത്തിൻ്റെ കാതല് വിതച്ചുകൊണ്ട് യേശു കടന്നുപോയവനാണ്. നമുക്കറിയാം യേശു എവിടെയെല്ലാം കടന്നു ചെന്നിട്ടുണ്ടെന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ യേശു പ്രവർത്തിക്കുന്ന തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭഘട്ടം കനായിലെ കല്യാണ വിരുന്നാണ്. കനായിലെ കല്യാണ വീട്ടിലെ ഒരേ ഒരു വാചകം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മാതാവ് പറഞ്ഞ വാചകം എന്താണ്? മാതാവ് എന്താ പറഞ്ഞത്? അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. പ്രൈസ് ദ ലോർഡ്. അവൻ പറയുന്നത് പോലെ. ആര് പറയുന്നത് പോലെയാ? യേശു പറയുന്നത് പോലെ ചെയ്യുക. പ്രിയമുള്ളവരെ, എത്ര മാതാപിതാക്കൾക്ക് ആജ്ഞാശക്തിയോടുകൂടി, ആധികാരികതയോടുകൂടി പറയാൻ കഴിയും, അവൻ പറയുന്നത് പോലെ ഈ കുടുംബത്തിൽ ചെയ്യപ്പെടണമെന്ന് പറയാനുള്ള ആധികാരികത, ആജ്ഞാശക്തി ഇന്ന് എത്ര മാതാപിതാക്കൾക്കുണ്ട്? പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആത്മശോധന ചെയ്തു നോക്കുന്നത് നല്ലതാണ്. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലപ്പോഴും ആജ്ഞാപിക്കുന്നത് ആരാണ്? കുട്ടികളാണ്. അപ്പ ഞാൻ പറയുന്നത് കേട്ടാ മതി, മമ്മി ഞാൻ പറയുന്നത് കേട്ടാ മതി. അപ്പനൊന്നും അറിയില്ല, അമ്മയ്ക്ക് എന്ത് കുന്തം അറിയാം
എന്നൊക്കെ ചോദിക്കുന്ന മക്കളുടെ വിജ്ഞാനത്തിൻ്റെ മുമ്പിൽ മാതാപിതാക്കൾ പലപ്പോഴും അജ്ഞാനുവർത്തികളായിട്ട് നിൽക്കേണ്ടി വരുന്ന ഗതികേട് നമ്മുടെയൊക്കെ ആധുനിക കുടുംബങ്ങൾക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് മറിയം പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്കും പറയാൻ കഴിയണം, ഞാനല്ല, ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണമെന്ന്. പ്രാർത്ഥനയുടെ ആജ്ഞാശക്തി സ്വീകരിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് പറയുവാനുള്ള കരുത്ത് നമുക്ക് ഇന്ന് നേടിയെടുക്കുവാനായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ആജ്ഞാശക്തി നമ്മൾ നേടിയെടുക്കണം. കനായിലെ കല്യാണ വിരുന്നില് ഈശോ ആജ്ഞാപിച്ചപ്പോൾ വെള്ളം വീഞ്ഞായി മാറി. ഈശോ അവിടേക്ക് കടന്നു വന്നപ്പോൾ ആ വീടിൻ്റെ ദുസ്ഥിതികളെല്ലാം മാറി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്കും യേശു കടന്നു വരാനായിട്ട് വാതിലുകൾ തുറന്നിട്ടിട്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് കടന്നു വന്ന് അങ്ങയുടെ ആജ്ഞയനുസരിച്ച്, അങ്ങയുടെ കൽപ്പനയനുസരിച്ച്, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള ശക്തി ഇന്നത്തെ ഈ ജാഗരണ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സമറിയാക്കാരി സ്ത്രീയുടെ പാപഭംഗിലമായ ജീവിതത്തിലേക്ക് യേശു കടന്നു ചെന്നുകൊണ്ട് അവളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുന്ന യേശു. ഈ ലോകത്തിലെ ജലം മുഴുവനും അവൾ കുടിച്ചു തീർത്തു. ഈ ലോകത്തിലെ ജലത്തിൻ്റെ സുഖങ്ങളെല്ലാം അവൾ അനുഭവിച്ചറിഞ്ഞു. പക്ഷേ അവൾക്ക് സംതൃപ്തി കിട്ടിയില്ല. നമുക്കറിയാം, യേശു പാപിനിയായ അവളെ വിശുദ്ധീകരിച്ചു. നിത്യജീവന്റെ ജലം അവൾക്ക് വാഗ്ദാനം ചെയ്തു. നിത്യജീവന്റെ ജലത്തിൻ്റെ ഉറവയിൽ നിന്നും അവൾ കുടിച്ചപ്പോൾ ഒരിക്കലും വറ്റാത്ത ഉറവയാണ് അവൾ സ്വീകരിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പലപ്പോഴും കുടിക്കുന്നത് ഈ ലോകത്തിലെ ജലമാണ്, ഈ ലോകത്തിൻ്റെ സുഖത്തിൻ്റെ ജലമാണ്, ഈ ലോകം വെച്ചു നീട്ടുന്ന സന്തോഷത്തിൻ്റെ ജലമാണ്. പ്രിയമുള്ളവരെ, അതൊക്കെ വറ്റിപ്പോകുന്നതാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ ജീവജലത്തിൽ നിന്നും ദൈവവചനത്തിൻ്റെ ജീവജലം സ്വീകരിക്കുമ്പോൾ, ആ ജീവജലം നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ദാഹം തീരും. നിത്യജീവന്റെ ജലമാണത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിത്യജീവന്റെ ആ ഉറവയിൽ നിന്നും, വറ്റാത്ത ഉറവയിൽ നിന്നും ഇന്നത്തെ ആരാധനയുടെ നിമിഷങ്ങളിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും യേശു കടന്നു ചെന്നുകൊണ്ട് ഈ നിത്യജീവന്റെ ജലം ഒഴുക്കുവാനായിട്ട്, ഈ നിത്യജീവന്റെ ജലവുമായിട്ട് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ കാലിക്കുടങ്ങളുമായിട്ട് പാപിനിയായ സ്ത്രീയെപ്പോലെ നിത്യജീവന്റെ കിണറിൻ്റെ വക്കൽ യേശുവിൻ്റെ പക്കൽ നമുക്കും നിൽക്കാം. ആ കുടം നിറച്ച് യേശു തരും. നമ്മുടെ ഹൃദയമാകുന്ന ആ കുടങ്ങളിലേക്ക് യേശു ജലം നിറയ്ക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, 3-ാമത്തെ കുടുംബം നമുക്ക് കാണാം. സക്കേവൂസിൻ്റെ കുടുംബത്തിലേക്ക് യേശു കടന്നു വന്നു. സക്കേവൂസ് സമ്പത്തിൻ്റെ പുറത്തിരുന്നിരുന്നവനാണ്. സക്കേവൂസ് വഞ്ചന നിറഞ്ഞ മാർഗത്തിലൂടെ അനേകായിരങ്ങളെ തട്ടിച്ചും പറ്റിച്ചും സ്വന്തമാക്കിയ സ്വത്തിൻ്റെ മുകളിലിരുന്ന് അവൻ ആനന്ദത്തിൽ ആറാടിയിരുന്നവനാണ്. ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്താണ് അവിടെ ഉണ്ടായ സംഭവം എന്നറിയാം. യേശു സക്കേവൂസിനോട് ഒന്നും പറഞ്ഞില്ല. സക്കേവൂസ് യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു എന്നുള്ള ഒരു ഒറ്റ കുറ്റം മാത്രമേ അവൻ ചെയ്തുള്ളൂ. എന്താ സംഭവിച്ചത്? അവിടേക്ക് കടന്നു വന്നപ്പോൾ യേശു അവനോട് പറഞ്ഞു, മകനെ, നീ താഴേക്ക് ഇറങ്ങിപ്പോരെ, നിന്റെ മരങ്കറ്റം നിർത്ത്. നീ ഇത്രയും നാൾ വരെയും മറ്റുള്ളവരുടെ മരങ്ങളിലൊക്കെ കയറി അന്യൻ്റെ വസ്തുക്കളെല്ലാം അപഹരിച്ച് കട്ടും പറ്റിച്ചും തട്ടിച്ചുമൊക്കെ നീ സ്വത്തുണ്ടാക്കിയില്ലേ? മതി, നീ ഇങ്ങനെ മരം കയറിയത് മതി, താഴേക്ക് ഇറങ്ങി വായോ. ഞാൻ ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കാണാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ചവൻ്റെ വീട്ടിലേക്ക് യേശു വരികയാണ്. പ്രിയമുള്ളവരെ,
നമ്മളൊക്കെ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവും, ഒന്ന് യേശുവിനെ ഒന്ന് നേരിട്ട് ഈ കണ്ണുകൊണ്ടൊന്ന് കാണാനായിട്ട്. എന്തിനാ മക്കളെ ആഗ്രഹിക്കുന്നത്? ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ മുമ്പിൽ യേശു ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. എൻ്റെയും നിങ്ങളുടെയൊക്കെ മുമ്പിൽ യേശു ഉണ്ട്. എൻ്റെയും നിങ്ങളുടെയൊക്കെ യേശു വീട്ടിൽ യേശു നിത്യം കുടികൊള്ളുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ യേശുവിനെ തേടിയെങ്ങും പോകേണ്ട, മരം കയറി പോകേണ്ട. സക്കേവൂസിൻ്റെ വീട്ടിൽ ചെന്ന യേശുവിന് എന്താ സംഭവിച്ചത്? യേശു അവിടെ നിശബ്ദനായിട്ട് ഇരുന്നതേയുള്ളൂ. നിശബ്ദനായ യേശു. നമ്മുടെയൊക്കെ വീട്ടിലും പലപ്പോഴും യേശു എങ്ങനെ ഇരിക്കുന്നത്? നമ്മളെ കൊച്ചപ്പാടും ബഹളവും കൂട്ടുക, അപ്പനും അമ്മയും മക്കളും ഒക്കെ ബഹളം കൂട്ടുക, എല്ലാറ്റിൻ്റെയും ബഹളങ്ങളാണ്. കൂട്ടത്തിൽ ഇപ്പോൾ ടി വിയുടെയും ഇൻ്റർനെറ്റിൻ്റെയും എല്ലാം തരംഗങ്ങളാണ്. ആർക്കും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് സമയമില്ല. നിശബ്ദനായിട്ട് നമ്മുടെ മധ്യ വസിക്കുന്ന ദൈവത്തെ കാണാനായിട്ട് കേൾക്കാനായിട്ട് നമുക്ക് സമയമില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഒരു വീട്ടിൽ ഈ അടുത്ത സമയത്ത് കടന്നു ചെന്നപ്പോൾ അവിടുത്തെ വീട്ടമ്മ എന്നോട് പറയുകയായിരുന്നു, അച്ഛാ, ഈ വീട്ടിൽ ആർക്കും പരസ്പരം സംസാരിക്കാനായിട്ട് അധികം നേരമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരം വെളുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇൻ്റർനെറ്റിലാണ്. രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെന്നവരിൽ പിന്നെ ഇവരൊക്കെ മോസ്കിറ്റോ നെറ്റിലാണ്. ഇവരിങ്ങനെ മൊത്തം നെറ്റിലാണ്. പിന്നെ എവിടെ മനുഷ്യർക്ക് നേരം എവിടെയാണ്? പങ്കുവയ്ക്കാനായിട്ട് നേരമില്ല. പ്രിയമുള്ളവരെ, സക്കേവൂസ് പങ്കുവെച്ചു. പ്രൈസ് ദ ലോർഡ്. തൻ്റെ സ്വത്ത് അതിൻ്റെ ഇരട്ടി അവൻ പങ്കുവയ്ക്കാനായിട്ട് തയ്യാറായി. ജീവിതം മുഴുവനും യേശുവിന് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാനായിട്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നിശബ്ദനായിരിക്കുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയുക. നമ്മുടെയൊക്കെ വീടുകളിൽ നിശബ്ദനായിരിക്കുന്ന യേശുവിൻ്റെ സ്വരം കേൾക്കണോ? യേശുവിൻ്റെ സ്വരം കേൾക്കണോ? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് യേശുവിൻ്റെ സ്വരം കേൾപ്പിച്ചു തരാം. എന്തു വേണമെന്നറിയാമോ? പങ്കുവയ്ക്കാൻ തയ്യാറാകണം. പാവപ്പെട്ടവരോട് കൂടിയിട്ട് പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാകണം. നിങ്ങൾക്കുള്ളതിൽ നിന്നും നിങ്ങൾ പങ്കുവയ്ക്കണം. ബാക്കി വരുന്നതല്ല പങ്കുവയ്ക്കേണ്ടത്. നിങ്ങൾക്കുള്ളത് മുഴുവനും, നിങ്ങളെ മുഴുവനും മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കുമ്പോൾ യേശുവിൻ്റെ സ്വരം നിശബ്ദനായിട്ട് നിങ്ങളുടെയൊക്കെ വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന, അകത്തിരിക്കുന്ന യേശുവിൻ്റെ സ്വരം കേൾക്കാം. യേശുവിൻ്റെ സ്വരം നിങ്ങളൊന്ന് പറയാമോ? ആ യേശുവിൻ്റെ സ്വരം ഒന്ന് നിങ്ങൾ പറയാമോ? എന്താണ് യേശുവിൻ്റെ സ്വരം? ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ നിശബ്ദനായി വസിക്കുന്ന യേശുവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് കഴിയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ പങ്കുവയ്പ്പിൻ്റെ ബലിയർപ്പണം ഉണ്ടാകുമ്പോഴാണ്. പങ്കുവയ്പ്പിൻ്റെ, ത്യാഗത്തിൻ്റെ ബലിയർപ്പണം ഉണ്ടാകുമ്പോഴാണ്. നമുക്കറിയാം, ഇന്ന് പല കുടുംബങ്ങളും അവരുടെ ദശാംശപ്പെട്ടി വെച്ചിരിക്കുകയാണ്. ഇന്ന് പല കുടുംബങ്ങളും അവരുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം നിശ്ചയമായും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് കൊടുക്കുവാനായിട്ട് സന്മനസ് കാണിക്കുന്ന വലിയൊരു സംസ്കാരം നമ്മുടെ ഇടയിൽ വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശുഭോദർക്കമായ ഒരു വലിയ സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ വലിയ അനുഭവത്തിൻ്റെ മുമ്പിലാണ് സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന ഈശോ തമ്പുരാൻ നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്കും കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, നാലാമത്തെ ഒരു ഭവനവും കൂടി നമുക്ക് കാണാം. ആരുടെ വീടാണത്? നാലാമത്തെ ഭവനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനമാണ്. ഈ വീട്ടിൽ യേശു 2 പ്രാവശ്യം പോകുന്നുണ്ട്. ആരുടെ വീടാണെന്നറിയാമോ? ആരുടെ വീടാണ്? യേശു 2 പ്രാവശ്യം പോകുന്ന വീടാ. ആരുടേതാണ്? ലാസറിൻ്റെ വീടാണ്. ലാസറിൻ്റെ വീടാണ്. ആദ്യത്തെ പ്രാവശ്യം യേശു അവിടെ പോകുമ്പോൾ ലാസർ ഇല്ല അവിടെ. ആരാ പിന്നെ അവിടെ ഉള്ളത്? മർത്തായും മറിയവും മാത്രമേ ഉള്ളൂ. മർത്തായും മറിയവും മാത്രമായിരിക്കുന്ന ആ വീട്ടിലേക്ക് യേശു കടന്നു ചെന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. മർത്ത പലകാര്യ പര്യാകുലയായിട്ട് യേശുവിനെ പരിചരിക്കാനായിട്ടുള്ള പരിശ്രമത്തിൽ അങ്ങനെ അടുക്കളയിൽ വ്യാപരിക്കുകയാണ്.
എന്നാൽ മറിയമോ യേശുവിൻ്റെ പദാന്തികത്തിൽ ഇരുന്നു കൊണ്ട് യേശുവിൻ്റെ വചനം ശ്രവിക്കുകയാണ്. യേശുവിൻ്റെ വചനം ശ്രവിക്കുന്ന മറിയത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് വചനം കേൾക്കാനായിട്ട്, ഇന്ന് വചനം ശ്രവിക്കാനായിട്ട്, ഇന്ന് വചനം വായിക്കാനായിട്ട് പ്രിയമുള്ളവരെ ഒരു വലിയ ആവേശം കത്തോലിക്ക സഭയിൽ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ശുഭ ലക്ഷണമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വീടുകളിൽ, നമ്മുടെയൊക്കെ പ്രാർത്ഥനകളോടനുബന്ധിച്ച് വചനം വായിക്കുന്നുണ്ട്, നമ്മളൊക്കെ വചനം ധ്യാനിക്കുന്നുണ്ട്, വചനം നമ്മൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ ശക്തി നേടിയെടുക്കാനായിട്ട് ചിലപ്പോഴെങ്കിലും നമുക്ക് സാധിക്കാറില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഈ ജാഗരണ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, വചനത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെയൊക്കെ നിറയ്ക്കണമേ. വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ അസ്ഥിയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറുന്ന ദൈവത്തിൻ്റെ വചനത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും വചനത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഇന്നത്തെ ആരാധനയുടെ നിമിഷങ്ങൾ നമുക്ക് ചെലവഴിക്കാനായിട്ട് പ്രതിജ്ഞ എടുക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, രണ്ടാമത് യേശു ആ വീട്ടിലേക്ക് വീണ്ടും കടന്നു വരുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 17 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങളിലാണ്. ഇവിടെ നമുക്കറിയാം ലാസറിൻ്റെ മരണശേഷമാണ്. ലാസർ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ടും യേശു വരികയാണ്. യേശുവിനോട് അവർ പറഞ്ഞു, ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അവൻ മരിച്ചു. എങ്കിലും യേശു ലാസറിൻ്റെ ഭവനത്തിൽ എത്തുകയാണ്. ലാസറിൻ്റെ വീട്ടിലെത്തിയപ്പോൾ നമുക്കറിയാം അവിടെ നിന്നും കേട്ട വർത്തമാനം എന്തായിരുന്നു? യേശുവേ, നീ ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ഈ ഭവനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ യേശുവേ ഇത് സംഭവിക്കുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, സംഭവിക്കുകയില്ലായിരുന്നോ? സംഭവിക്കുകയില്ലായിരുന്നോ? എന്തു പറയുന്നു നിങ്ങൾ? എന്തു പറയുന്നു നിങ്ങൾ? യേശു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുകയില്ലായിരുന്നോ? യേശു ഒരിക്കലും സംഭവിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. യേശു അതിന് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്. എന്തായിരുന്നു യേശുവിൻ്റെ മറുപടി? മർത്ത, നീ വിശ്വസിക്കുന്നെങ്കിൽ ദൈവമഹത്വം ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. മർത്ത, നീ വിശ്വസിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. പ്രിയമുള്ളവരെ, എന്താ സംഭവിച്ചത്? മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ആ ശവകുടീരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു പുനരുത്ഥാനത്തിൻ്റെ അടയാളമായി മാറാനായിട്ട് ലാസർ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാനായിട്ട് ലാസർ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. പുനരുത്ഥാനത്തിൻ്റെ മഹത്വം പ്രകാശിതമാകാനായിട്ട് ലാസർ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാൻ ഒരു ഇടവകയിലായിരിക്കുമ്പോൾ അവിടുത്തെ ഒരു കുടുംബത്തിൽ നടന്ന വലിയൊരു ദുരന്തം. അച്ഛനും അമ്മയും പാവപ്പെട്ട കുടുംബമാണ്. അവർ 2 പേര് കൂടിയിട്ട്, അവർക്ക് 2 ആൺമക്കളാണ്. ആ മക്കൾക്ക് വേണ്ടിയിട്ട് കൂലിവേല ചെയ്ത് അവരെ പഠിപ്പിച്ചു. ആ മക്കള് നന്നായി പഠിച്ചു. മൂത്ത മകൻ പഠിച്ച് എഞ്ചിനീയറായി. എഞ്ചിനീയറായതിനു ശേഷം അവന് ആദ്യത്തെ വർഷം തന്നെ ജോലി കിട്ടി. ജോലി കിട്ടി അവൻ ഹൈദരാബാദിന് പോയി. ഹൈദരാബാദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് കിട്ടിയിരുന്ന തുച്ഛമായ ശമ്പളവും മാതാപിതാക്കൾ കൂലിവേല ചെയ്ത് അവർക്ക് കിട്ടിയിരുന്ന കൂലിയൊക്കെ കൂട്ടിച്ചേർത്ത് 2ാമത്തെ മകനെയും എഞ്ചിനീയറിങ്ങിന് പഠിപ്പിച്ചു ആ മാതാപിതാക്കൾ. ആ അച്ഛനും അമ്മയും കൂടിയിട്ട്, ആ ചേട്ടനും കൂടിയിട്ട് 2ാമത്തെ അനുജനെയും എഞ്ചിനീയറിംഗ് പഠിപ്പിച്ച് ലാസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് പഠനം അവനും പൂർത്തിയാക്കി. അവനും
ഹൈദരാബാദിൽ ജോലി കിട്ടുകയാണ്. ഒരു മാസവും കൂടി കഴിഞ്ഞാൽ ഈ അനുജനും ഹൈദരാബാദിൽ ചേട്ടൻ ജോലിക്ക് പോകാനിരിക്കുന്ന സ്ഥലത്ത് ജോലിക്ക് പോകേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഹൈദരാബാദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടൻ ഹൃദയസ്തംഭനം മൂലം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദാരുണമായ വാർത്തയാണ് ആ കുടുംബത്തിന് കേൾക്കേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, ചേട്ടൻ മരിച്ചു എന്നുള്ള വാർത്ത പ്രിയമുള്ളവരെ ആ കുടുംബത്തിന് താങ്ങാവുന്നതിൽ ഏറെ ദുഃഖം കൈവരുത്തിക്കൊണ്ടാണ് ജ്യേഷ്ഠൻ്റെ മൃതദേഹം ഹൈദരാബാദിൽ നിന്നും ആ വീട്ടിലേക്ക് സ്വീകരിച്ചത്. ആ വീട്ടിൽ ജ്യേഷ്ഠൻ്റെ മൃതദേഹം കൊണ്ടുവന്ന് അവരുടെ വീടിൻ്റെ പറമ്പിൽ തന്നെ അവർ സംസ്കരിച്ചു. ശവസംസ്കാര കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാവരും ആ വീടിനോട് വിട പറഞ്ഞു. അച്ഛനും അമ്മയും ഈ രണ്ടാമത്തെ മകനും, എഞ്ചിനീയറിംഗ് പാസ്സായ മകൻ, വീണ്ടും ജോലിക്ക് പോകാനായിട്ടുള്ള ഒരുക്കത്തിൽ, ജ്യേഷ്ഠൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോകാനായിട്ടുള്ള ഒരുക്കത്തിൽ, ദുഃഖപൂരിതമായിരിക്കുന്ന, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ കുടുംബത്തിലേക്ക് പ്രിയമുള്ളവരെ വീണ്ടും ഇതാ ഒരു ദുരന്തവും കൂടിയിട്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആ സമയത്ത് 60 ദിവസങ്ങളെ തികഞ്ഞിട്ടുള്ളൂ. ജ്യേഷ്ഠൻ മരിച്ചിട്ട് 60-ാം ദിവസം ഈ അനുജൻ ജ്യേഷ്ഠൻ്റെ മൃതദേഹം കൊണ്ടുവന്ന ശവപ്പെട്ടി, മഞ്ചപ്പെട്ടി, അവർ ഹൈന്ദവർ അത് അടക്കം ചെയ്തു. അതിൻ്റെ മഞ്ചപ്പെട്ടി അവിടുന്ന് കൊണ്ടുവന്നതാണ്. ആ മഞ്ചപ്പെട്ടി റോഡരികിലിട്ടിട്ട് കത്തിച്ചിരുന്നു. അത് കത്തിച്ചു കളഞ്ഞു അവർ. ഈ അനുജൻ, ഈ ജ്യേഷ്ഠൻ മരിച്ചിട്ടും അനുജൻ നോക്കി എക്സർസൈസ് ചെയ്യാനായിട്ട് രാവിലെ കൂട്ടുകാരോടൊപ്പം ഓടാനായിട്ട് പോകും. അങ്ങനെ ഓടാൻ പോവുകയാണ്. അനുജൻ കൂട്ടുകാരോടൊത്ത് ഓടുകയാണ്. മുൻപിലെ ആ കൂട്ടുകാരൊക്കെ ഓടി. അത് കഴിഞ്ഞിട്ടാണ് ഈ അനുജൻ പിന്നാലെ ഓടിയെത്തുന്നേ ഉള്ളൂ. അവർ കുറേ വഴി ഓടിയെത്തിയപ്പോൾ കൂട്ടുകാർ തിരിഞ്ഞു നോക്കിയപ്പോൾ അനുജൻ പറഞ്ഞു, നിങ്ങൾ ഓടിക്കോ, ഞാൻ സാവകാശമേ വരുന്നുള്ളൂ. അവൻ സാവകാശം ഓടി 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 ജ്യേഷ്ഠൻ്റെ ശവപ്പെട്ടി കത്തിച്ച ആ റോഡിൻ്റെ അരികിലെത്തിയപ്പോൾ ആ റോഡരികിൽ അനുജനും വീണ് ഹൃദയസ്തംഭനം മൂലം മരിച്ചു. പ്രിയമുള്ളവരെ, ദാരുണമായ രണ്ടാമത്തെ മരണം. ജ്യേഷ്ഠൻ മരിച്ച 60 ദിവസങ്ങളുടെ ദുഃഖപൂരിതമായ ആ ദുരന്ത ദിനങ്ങളുടെ ആ ദിവസങ്ങളിൽ വീണ്ടും അനുജൻ്റെ മൃതദേഹം ആ വീടിൻ്റെ മുറിയിൽ കിടത്തിയിരിക്കുകയാണ്. ഞാൻ ആ സമയത്ത് തൊട്ടടുത്തുള്ള പള്ളിയിലെ വികാരിയാണ്. എന്നോട് ചെറുപ്പക്കാരൊക്കെ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ അവനും മരിച്ചു. എനിക്ക് ഒന്നും പറയാനില്ലായിരുന്നു. ഉടനെ തന്നെ ഞാൻ ഓടി ആ വീട്ടിലെത്തി. വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നിങ്ങൾക്കറിയാം. എല്ലാവരും അലമുറയിട്ട് കരയുകയാണ്. ഈ മകൻ്റെ മൃതദേഹം പ്രധാന മുറിയിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അവനെ കിടത്തിയിരിക്കുന്ന ആ ശവത്തിൻ്റെ മുകളിലായിട്ട് ചുമരിൽ ജ്യേഷ്ഠൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ജ്യേഷ്ഠൻ്റെ ഫോട്ടോ. മരിച്ചിട്ട് 60 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ അനുജൻ്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയും, മറുവശത്ത് അവനെ സ്നേഹിക്കുന്ന അവൻ്റെ മുറപ്പെണ്ണും, രണ്ടുപേരും ഈ മകൻ്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് കരയുകയാണ്. പ്രിയമുള്ളവരെ, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോഴാണ് ഞാനും അവിടേക്ക് കടന്നു ചെല്ലുന്നത്. എല്ലാ ആളുകളും അവിടെയുണ്ട്. ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, എല്ലാ ജാതി മതസ്ഥരും അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരും കരയുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും കരഞ്ഞു. ഞാനും ആ മൃതദേഹത്തിൻ്റെ തലയുടെ അടുത്ത് വന്ന് നിന്ന് കരഞ്ഞു. തൊട്ടടുത്ത് ആ അമ്മ ആ മകനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്ന സമയത്ത് തൊട്ടടുത്തിരുന്നിരുന്ന സ്ത്രീകൾ ആ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മേ, ഇതേ അച്ഛൻ വന്നിരിക്കുന്നു എന്ന്, ഇത് അച്ഛൻ വന്നിരിക്കുന്നു എന്ന്. ആ സ്ത്രീ അവിടെ നിന്ന് നേരെ തിരിഞ്ഞു നോക്കുന്നത് എന്നെയാണ്. ആ കണ്ണിലേക്ക് നോക്കി ഞാൻ, ആ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി. പ്രിയമുള്ളവരെ, അധികം നേരം എനിക്ക് നോക്കി നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ ഞാൻ കേട്ടത് ദാരുണമായൊരു പൊട്ടിത്തെറിയാണ്. ദാരുണമായൊരു പൊട്ടിത്തെറി.
പ്രിയമുള്ളവരെ, ആ അമ്മച്ചി കരഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ എവിടെ നമ്മുടെ ദൈവം? അച്ഛാ ദൈവം എവിടെയാണ് എന്ന്. പ്രിയമുള്ളവരെ, മറുപടിയില്ലാത്തൊരു ദീനരോധനം, മറുപടിയില്ലാത്ത ദീനരോധനം. ഞാൻ കുരിശു വരച്ചു. അപ്പോഴും ചോദിക്കുകയാണ്, അച്ഛാ എവിടെയാ നമ്മുടെ ദൈവം? അച്ഛാ എവിടെയാ നമ്മുടെ ദൈവം എന്ന്. പ്രിയമുള്ളവരെ, ആ നിമിഷങ്ങൾ കുറേ നേരം ഞങ്ങൾ എല്ലാവരും കരഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കൊടുവിൽ അവിടെ നിന്നും ഞാൻ വിട്ടുപോരുമ്പോൾ മറ്റ് സ്ത്രീകളാണ് എൻ്റെ കാലിൽ നിന്നും ആ സ്ത്രീയുടെ കൈകൾ വിടുവിച്ചത്. കൈകൾ വിടുവിച്ച് പോകുമ്പോഴും ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇനി ഞങ്ങൾ ജീവിച്ചിരിക്കില്ല, ഇനി ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. ഇവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിച്ചത്, ഇവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പണിയെടുത്തത്. ഇവരില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് ജീവിതം വേണ്ട എന്ന് അലമുറയിട്ട് കരയുന്ന ആ അമ്മച്ചിയുടെ കരച്ചിൽ കേട്ട് ഞാൻ അടുത്ത മുറിയിലേക്ക് നീങ്ങി. അപ്പോഴാ അച്ഛൻ ഇറങ്ങി വന്നു. അച്ഛൻ ഇറങ്ങി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ജീവിച്ചിരിക്കില്ല, ഇനി ഞങ്ങളിനി ജീവിച്ചിരിക്കില്ല. പ്രിയമുള്ളവരെ, അച്ഛനെയും അമ്മയെയും മാറോട് ചേർത്തുകൊണ്ട്, അച്ഛനെയും മാറോട് ചേർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കാം. എന്നിട്ട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥന കൊണ്ടൊന്നും ഫലമില്ല. എനിക്കറിയാം ആ നേരത്തെ ഒന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയില്ല. അങ്ങനെ അവരെ കരയുവാനായിട്ട് വിട്ടു. അവിടെ ശവസംസ്കാര കർമ്മങ്ങളെല്ലാം നടന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ വീണ്ടും ആ വീട്ടിൽ ചെന്നു. ഞാൻ 2-3 ദിവസങ്ങൾ ആ വീട്ടിൽ പോയി. നിങ്ങൾക്കറിയാമോ എന്തിനു വേണ്ടിയാണെന്നുള്ളത്? അവർ പറഞ്ഞൊരു വാചകമുണ്ട്, അവർ ജീവിച്ചത് ആർക്ക് വേണ്ടിയാണ്? അവർ ജീവിച്ചത് ആ മക്കൾക്ക് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവരെ ഒരു കാര്യം മനസ്സിലാക്കിക്കേണ്ടി വന്നു. പ്രിയമുള്ള അച്ഛാ, അമ്മേ, നിങ്ങൾ ജീവിച്ചത് ഈ മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ഈ മക്കൾ ജീവിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, പ്രൈസ് ദ ലോർഡ്. ഈ മക്കൾ ജീവിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മക്കൾ മരിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ മക്കളെ ദൈവമാണ് വിളിച്ചത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ലാസർ മരിച്ചത് ഈശോയുടെ ഉത്ഥാനത്തിന്റെ അടയാളം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ ആ മക്കൾ മരിച്ചത് ആ പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ആ മക്കളെ ഈശ്വരന്റെ സന്നിധിയിൽ പൂജയർപ്പിക്കാനുള്ള പുഷ്പങ്ങളായി സമർപ്പിക്കുന്നതിനുള്ള ഇച്ഛാശക്തി അത്ഭുതകരമായി ആ മാതാപിതാക്കൾ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ മാതാപിതാക്കൾ സ്തുതിച്ചുകൊണ്ട് നന്ദി അർപ്പിച്ച് മരിച്ചുപോയ ആ മക്കളെ ദൈവസന്നിധിയിൽ ആ മാതാപിതാക്കൾ സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളില് ദുരിതങ്ങള്, ദുരന്തങ്ങള്, അപകടങ്ങള്, നാശനഷ്ടങ്ങള്, അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങള് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ ജാഗരണ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ പുനരുത്ഥാനത്തിന്റെ അടയാളമായിട്ട് യേശുവിനെ അയച്ചിരിക്കുകയാണ്. പുനരുത്ഥാനത്തിന്റെ അടയാളമാണ്, പുനരുത്ഥാനത്തിന്റെ അനുഭവമാണ് യേശു നമുക്കൊക്കെ തരുന്നത്. പ്രൈസ് ദി ലോർഡ്. മരണത്തിന്റെ അടയാളമല്ല ഈശോ തമ്പുരാൻ, ജീവന്റെ അടയാളമാണ്. ജീവിക്കുന്നവരുടെ ഇടയിൽ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു കൊച്ചു ദുരന്ത അനുഭവവും കൂടിയിട്ട് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ ഇതിനു മുമ്പ് വികാരിയായിരുന്ന ഒരു ഇടവകയിൽ തന്നെ ഉണ്ടായ സംഭവമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അപ്പച്ചനും അമ്മച്ചിയും, അവർക്കും 2 ആൺമക്കളാണ്. മൂത്ത മകൻ പ്രീ ഡിഗ്രി പാസ്സായി. ഞാൻ അവിടെ വികാരിയായിരിക്കുന്ന സമയത്ത് ആ മകൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, അച്ഛാ ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്.
അപ്പോൾ ഈ മകൻ നല്ല ഒത്ത ഉയരവും അതുപോലെ തന്നെ നല്ല ഒത്ത ശരീരവും നല്ല അച്ചടക്കമുള്ള സ്വഭാവവും നല്ല ജീവിത ശുദ്ധിയുള്ള ഒരു മനുഷ്യനുമാണ്. നല്ല ചെറുപ്പക്കാരനാണ്. പള്ളിയിലെ സജീവ പ്രവർത്തകനാണ്. അവരുടെ അപ്പനും അമ്മയും ഒക്കെ പള്ളിയിൽ ഇന്നെല്ലാ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മക്കളാണ് അവർ, മാതാപിതാക്കൾ. അന്നും അതെ, ഞാൻ അവിടെ ഉള്ളപ്പോഴും അപ്പച്ചനും അമ്മച്ചിയും പള്ളിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലുമുണ്ട്. അവരുടെ മൂത്ത മകനാണ്. എന്നോട് വന്ന് ചോദിച്ചു എന്തു ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, നീ രാജ്യസേവനത്തിനായിട്ട് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന്. ഞാൻ എന്നിട്ട് പറഞ്ഞു, മോനെ നീ എയർഫോഴ്സിൽ ചേരുക, നീ എയർഫോഴ്സിൽ ചേരുക. മകൻ പറഞ്ഞു, ശരി അച്ഛാ. പ്രാർത്ഥിച്ച് അവൻ തിരിച്ചുപോയി. എയർഫോഴ്സിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് അവൻ അപേക്ഷ അയച്ചു. പക്ഷേ അവൻ്റെ അമ്മയ്ക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? അമ്മമാർക്കൊക്കെ ഈ ആൺമക്കളെ വിടാൻ വലിയ മടിയാണ്. ആൺമക്കളെയൊക്കെ വീട്ടിൽ നിന്നും പുറത്തു വിടാനായിട്ട് ഭയങ്കര മടിയാണ്. ഈ അമ്മച്ചിക്കും ഒക്കെ ഭയങ്കര വിഷമമാണ് ഈ മകനെ വിട്ടുപിരിയാനായിട്ട്. മക്കളെ വിട്ടുപിരിയാനായിട്ട് കഴിയാത്ത ആ അമ്മയെ മാനസാന്തരപ്പെടുത്താനായിട്ട് അവരുടെ അപ്പച്ചൻ എന്നെ നിയോഗിച്ചു. എന്നോട് പറഞ്ഞു, അച്ഛൻ തന്നെ പറഞ്ഞ് അവളെ ഒന്ന് മാനസാന്തരപ്പെടുത്തണം എന്ന്. ഞാൻ അങ്ങനെ തന്നെ ആ അമ്മച്ചിയെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഈ മകൻ ദൈവത്തിൻ്റെ സേവനം രാഷ്ട്രത്തിനു വേണ്ടിയിട്ട് ചെലവഴിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എങ്കിൽ നീ അതിന് തടസ്സം നിൽക്കുന്നത് പാപമാണോ മകളെ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അതിൻ്റെ മുമ്പിൽ ആ അമ്മച്ചിക്ക് ഒരു മറുപടിയും ഇല്ലായിരുന്നു. ആ അമ്മച്ചി ആ മകനെ രാഷ്ട്രസേവനത്തിനായിട്ട് എയർഫോഴ്സിലേക്ക് പറഞ്ഞയച്ചു. അവൻ്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. അവൻ എയർഫോഴ്സിൽ നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ട് ആസാമിലും കാശ്മീരിലും അങ്ങ് അകലങ്ങളിൽ അവൻ സേവനം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. രണ്ടാമത്തെ മകൻ ആൺകുട്ടി തന്നെ പ്രീ ഡിഗ്രി പാസ്സായി. പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ ഓൾട്ടർ ബോയ് ആണ്. നല്ല ശുദ്ധ സ്വഭാവമുള്ള, മാതാപിതാക്കളുടെ ശുദ്ധ സ്വഭാവമുള്ള ആത്മീയ മനുഷ്യനായൊരു മകനാണ് അവനും. നല്ല ദൈവവിളിയുടെ നിറകുടമായിരിക്കുന്ന ആ മകനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവൻ ചെറുപ്പത്തിലേ തന്നെ അച്ഛനാവാനായിട്ടുള്ള താല്പര്യത്തോടുകൂടി ജീവിച്ച് വളർന്നു വന്നവനാണ്. ഞാൻ പറഞ്ഞു, നീ വൈദികനാകാനായിട്ട് വിളിക്കപ്പെടുന്ന മകനാണ്, നീ അതിനായിട്ട് പോകണമെന്ന്. അപ്പോഴും എനിക്കറിയാം രണ്ടാമത്തെ മോനെയും കൂടിയിട്ട് സേവനത്തിനായിട്ട് ഇങ്ങനെ പറഞ്ഞയക്കണമെന്ന് പറയുമ്പോൾ ഈ അമ്മച്ചി തീർച്ചയായിട്ടും വിപ്ലവം ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി ഈ അച്ഛൻ്റെ അടുത്തേക്ക് പോകണ പരിപാടിയില്ല എന്ന് ഒരു പക്ഷേ അമ്മച്ചി തീരുമാനിച്ചേക്കാമെന്ന് എനിക്കറിയാം. എങ്കിലും ധൈര്യം സമ്പാദിച്ച് ഞാൻ ആ മകനോട് പറഞ്ഞു, മോനെ, നിന്റെ ചേട്ടൻ രാഷ്ട്രസേവനത്തിന് പോയി എങ്കിൽ നീ സഭാസേവനത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന മകനാണ്. പ്രൈസ് ദി ലോർഡ്. ആ മകൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഞാൻ സെമിനാരി പോകാൻ പോകുകയാണെന്ന്. അമ്മ ഇടഞ്ഞു. അമ്മ പറഞ്ഞു പറ്റില്ല, കരഞ്ഞു, അവൻ്റെ കാല് പിടിച്ചു, പറ്റില്ല എന്ന് കട്ടായമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ തന്നെ അവളെ പറഞ്ഞ് മാനസാന്തരപ്പെടുത്തച്ചോ, അല്ലാതെ നിവൃത്തിയില്ലെന്ന് പറഞ്ഞു. ഈ അമ്മച്ചി ഒരു വിശുദ്ധയായ അമ്മച്ചിയാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഈ അമ്മച്ചിയെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. ഈ അമ്മച്ചി നല്ല അമ്മച്ചിയാണ്. മക്കളോടുള്ള സ്നേഹം മാത്രം നിറഞ്ഞു മുറ്റി നിൽക്കുന്ന അമ്മച്ചിയാണ്. ഭർത്താവും മക്കളും കുടുംബവും എല്ലാവരെയും സ്നേഹമാണ്. സ്നേഹം മാത്രം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു അമ്മച്ചിയാണ്. ഈ അമ്മച്ചി എൻ്റെ അടുത്ത് വന്നു, എൻ്റെ അച്ഛോ, ഈ മോനെയും കൂടി അച്ഛൻ കൊണ്ടുപോവാണോ? ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകുന്നതല്ല, ഈശോ കൊണ്ടുപോകുന്നതാണ്. സഭാസേവനത്തിനായിട്ട് ഒരു മകനെ വേണമെന്ന് ഈശോ ആവശ്യപ്പെട്ടാൽ നീ കൊടുക്കാതിരിക്കുമോ? ഉടനെ തന്നെ പറഞ്ഞു, കൊണ്ടുപോയിക്കോ അച്ഛാന്ന്. അവന് കൊണ്ടുപോയി സെമിനാരിയിൽ ചേർന്നു. ഇപ്പോഴിതാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദികനാകും. പക്ഷേ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ കുടുംബത്തെ ഇതാ ദൈവം വലിയൊരു പരീക്ഷണശാലയാക്കിയിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പരീക്ഷണശാലയാക്കിയിരിക്കുകയാണ് ആ കുടുംബത്തെ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ അപ്പച്ചനും അമ്മച്ചിയും പള്ളിയുടെ അടുത്ത് വന്ന് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് അകലെയുണ്ടായിരുന്ന വീട് വിറ്റ് പള്ളിയുടെ അടുത്ത് സ്ഥലം വാങ്ങി അവിടെ വീട് പണിത് താമസിച്ച കുടുംബമാണ്. എല്ലാ ദിവസവും പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അപ്പച്ചനും അമ്മച്ചിയും രാവിലെ, കാരണം
മക്കൾ ഒരാളെ എയർഫോഴ്സിലും ഒരു മകൻ സെമിനാരിയിലും. ആ മക്കൾക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ പള്ളിയിൽ പോയി തിരിച്ചു വന്നു. വീട്ടിൽ വന്നു. അമ്മച്ചി അടുക്കളയിൽ പ്രവേശിച്ച് ചായയൊക്കെ തിളപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പച്ചൻ ആദ്യം പോയി അമ്മച്ചി അടുക്കളയിലേക്ക് ഒന്ന് സഹായിച്ചു കൊടുത്തു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, നിങ്ങൾ പോയിരുന്ന് പേപ്പർ വായിച്ചോ. അങ്ങനെ പേപ്പർ വായിക്കാനായിട്ട് ആ അപ്പച്ചൻ വീടിൻ്റെ മുൻവശത്ത് വന്ന് കസേരയിലിരുന്നു. പേപ്പർ നിവർത്തി നോക്കി വായിച്ചു കൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും ഈ അപ്പച്ചൻ്റെ വാർത്താ വായനകളൊന്നും കേൾക്കാതായപ്പോൾ, സാധാരണയായിട്ട് അപ്പച്ചൻ അവിടെ കിടന്നുകൊണ്ട് വാർത്ത വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് ഉച്ചത്തിൽ അത് വായിക്കുമായിരുന്നു. ഒരു സ്വരവും കേൾക്കാതായപ്പോൾ ഈ അമ്മച്ചി അവിടെ നിന്നും വന്നു ചോദിച്ചു, എന്തേ നിങ്ങളൊന്നും മിണ്ടാത്തത് എന്ന്. വന്നു നോക്കിയപ്പോഴേക്കും നിശബ്ദനായിട്ട് കസേരയിലിരിക്കുന്ന അപ്പച്ചനെയാണ് കണ്ടത്. നോക്കിയപ്പോഴേക്കും മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് എന്ന്. കരഞ്ഞു. അയൽക്കാരെല്ലാം ഓടി വന്നു, എടുത്തു, തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴി തന്നെ ആ അപ്പച്ചൻ മരണമടഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, ആ കുടുംബത്തില് ദൈവത്തിൻ്റെ ജീവൻ മുറ്റിനിന്നിരുന്നെടുത്ത് ദേശസേവനത്തിനു വേണ്ടി, സഭാസേവനത്തിനു വേണ്ടി മക്കളെ ഒഴിഞ്ഞു വെച്ച മാതാപിതാക്കളുടെ ജീവിതത്തെ പരീക്ഷണശാലയാക്കുന്ന ദൈവത്തിൻ്റെ വലിയ തിരിഹിതം തിരിച്ചറിയാനായിട്ട് കഴിയാതെ ഉഴലുന്ന ആ അമ്മച്ചിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലാനായിട്ട് എനിക്കൊക്കെ വലിയ വേദനയായിരുന്നു, വിഷമമായിരുന്നു. പ്രിയമുള്ളവരെ, എങ്ങനെയോ ധൈര്യം സമ്പാദിച്ച് അവിടേക്ക് കടന്നു ചെന്നു. ഈ ദിവസങ്ങളിലൊക്കെ അവിടെ പോയി. ഞാൻ കരുതി എന്നെയൊക്കെ ആ വീട്ടിൽ നിന്ന് ഗെറ്റ് ഔട്ട് ചെയ്യുമെന്ന്. കാരണം മക്കളെ പറഞ്ഞയച്ചു. ഇതാ ഇപ്പോഴ് ഭർത്താവിനെയും പറഞ്ഞു വിട്ട് ഏകാകിനിയാക്കി, വിധവയാക്കി, ഒറ്റപ്പെടുത്തി ആ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ആയിരിക്കുന്ന ആ സ്ത്രീക്ക് നമുക്കറിയാം അവരനുഭവിക്കുന്ന വേദന, അവരനുഭവിക്കുന്ന ദുഃഖം, അവരനുഭവിക്കുന്ന ഏകാന്തതയ്ക്ക് ശമനം വരുത്താനായിട്ട് ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആർക്കാണ് പ്രിയമുള്ളവരെ? ആർക്കാണ്? ഈശോയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മർത്തായോട് ചോദിച്ചതുപോലെ, മർത്താ, നീ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് ആ അമ്മച്ചിയോട് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ആ അമ്മച്ചി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, 3-4 ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വീണ്ടും അച്ഛൻ്റെ അഭിപ്രായം തന്നെ ചോദിക്കുകയാണ്. എന്നോട് ഇനി ഒരു കൂടിയാലോചനയും നടത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോഴുണ്ട് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വീണ്ടും വിളിച്ചിരിക്കുക ആ അമ്മച്ചി തന്നെ. അമ്മച്ചി വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ, മൂത്ത മോന് ഒരു കല്യാണാലോചന വരുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് നിന്നുമാണ്, ഇന്ന വീട്ടിൽ നിന്നുമാണ്, ഇന്ന കുട്ടിയാണ്, ഞാൻ അറിയുന്ന ഒരു കുടുംബവുമാണ്. എന്നോട് ചോദിച്ചു, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചിട്ട് അത് വേണോ വേണ്ടയോ എന്ന് പറയണം. നാളെയാണ് അവർ വരുന്നത്. ഞാൻ മദ്രാസിലാണ്. അവിടെ നിന്ന് എന്നോട് വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങൾക്ക് ഉത്തമയായ മകളായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന മകളാണ് അവള് എന്നാണ് ദൈവം എന്നോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ വീടിന് വിളക്കായിട്ട് ഇതാ ആ മകളെ അവരെ തിരഞ്ഞെടുക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്നലെ ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ഇന്നലെ ഞാൻ പോയി അവിടെയൊക്കെ പ്രാർത്ഥിച്ചു. അവരെയൊക്കെ ആശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ ഇതിനായിട്ട് ഇങ്ങോട്ട് ശുശ്രൂഷകൾക്കായിട്ട് വരുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ കുടുംബങ്ങൾ ദുരന്തത്തിൻ്റെ, വേദനയുടെ, ദുഃഖത്തിൻ്റെ, കണ്ണീരിൽ കരഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന കുടുംബങ്ങളെ എല്ലാം നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളുടെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.